പാലക്കാട് വെച്ച് കണ്ടവരാണ്. ഇപ്പൊ സന്ദീപിന്റെ രാഷ്ട്രീയ ചേരിമാറ്റത്തിന് മുമ്പും ശേഷമൊക്കെ നമ്മൾ പാലക്കാട് കണ്ടു. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇറങ്ങുമ്പോൾ ഉള്ള ഒരു ഓറയുണ്ട്, ഒരു വലിയ ആവേശമുണ്ട്. അവിടെ ക്യാമ്പിൽ നമ്മൾ കണ്ട ഒരു വലിയ ഡൈനാമിക്സ് ഉണ്ട്. യഥാർത്ഥത്തിൽ ആ ഓറ, ആ ചലനം, ആ ഡൈനാമിക്സ് ഇവിടെ നിലമ്പൂരേക്ക് വരുമ്പോൾ അത് LDF ക്യാമ്പിലല്ലേ, അത് സ്വരാജിനല്ലേ ആ ആവേശം ഇപ്പോൾ കിട്ടുന്നത്? യഥാർത്ഥത്തിൽ ഈ പോരാട്ടത്തിന്റെ ആദ്യ ലാപ്പിൽ മുൻതൂക്കം സ്വരാജിനല്ലേ സന്ദീപ് വാര്യർ? തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൻ്റെ ഓരോ ലാപ്പ് അനുസരിച്ചല്ലല്ലോ അതിൻ്റെ എണ്ണം നോക്കി, അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡൻഷ്യൽ മോഡൽ തെരഞ്ഞെടുപ്പല്ലല്ലോ ഓരോ ഘട്ടത്തിലും സർവേ നടത്തി ആര് മുന്നിലാണ് എന്നുള്ള അത്തരം പരിശോധന ഇന്ത്യൻ തെരഞ്ഞെടുപ്പിലില്ല. ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൽ ഒരു പോളിംഗ് ഡേറ്റ് ഉണ്ട്. ആ പോളിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 19-ാം തീയതിയാണ്. 19-ാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കും, 23-ാം തീയതി റിസൾട്ട് പ്രഖ്യാപിക്കും. അതിനു മുൻപായിട്ട് മാധ്യമപ്രവർത്തകർ ഇന്ന് ആദ്യ ലാപ്പിൽ ആര് മുൻപിൽ, രണ്ടാമത്തെ ലാപ്പിൽ ആര് പിന്നിൽ എന്നൊന്നും പറയേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ തുടക്കം മുതൽക്ക്, അതല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന് ആധാരമായിട്ടുള്ള MLAയുടെ രാജി നടക്കുന്നത് മുതൽക്ക് UDFന് അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം നിലമ്പൂരിലും കേരളത്തിലുമുണ്ട്. അത് 6 മാസം മുൻപ് നടന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പോടുകൂടി വ്യക്തമായിട്ടുള്ള കാര്യമാണ്. വളരെ കൃത്യമായിട്ടുള്ള ഒരു സർക്കാർ വിരുദ്ധ വികാരം, പിണറായി സർക്കാർ വിരുദ്ധ വികാരം കേരളത്തിലെ ജനങ്ങൾക്കിടയിലുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടി മുന്നോട്ട് പോകാൻ UDFന് അവിടെ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഞങ്ങളുടെ സ്ഥാനാർത്ഥി ശ്രീ ആര്യടൻ ഷൗക്കത്ത് നിലമ്പൂരിലെ ജനതയ്ക്ക് വളരെയധികം പരിചിതമായിട്ടൊരു മുഖമാണ്. അദ്ദേഹം അവിടെ ദീർഘകാലം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തലപ്പത്തുണ്ടായിരുന്നയാളാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് ദീർഘകാലം അവിടെ MLA ആയിരുന്നയാളാണ്, മന്ത്രിയായിരുന്നയാളാണ്. ആ നാട്ടിലെ ജനങ്ങളോട് വളരെ വൈകാരികമായി അടുപ്പമുള്ള ഒരു സ്ഥാനാർത്ഥിയെയാണ് ഞങ്ങൾ അവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ബാപ്പുട്ടിക്ക എന്ന് ജനങ്ങൾ സ്നേഹത്തോടെ വിളിക്കുന്ന ഷൗക്കത്ത് തീർച്ചയായിട്ടും നിലമ്പൂരിലെ ജനങ്ങളുടെ അംഗീകാരം നേടിക്കൊണ്ട് വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് ഞങ്ങൾ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ. ആര്യാടൻ ഷൗക്കത്തിന്റെ അടിത്തട്ടിലെ പ്രവർത്തന പാരമ്പര്യം ഇപ്പോൾ ഒരു പഞ്ചായത്ത് മെമ്പറായി മത്സരിച്ച് ജയിക്കുന്നത് ആര്യാടന്റെ മകനായതുകൊണ്ടല്ലോ. അത് അടിത്തട്ടിൽ നിൽക്കുന്ന നേതാവ്, അക്കാലം ഒരു തർക്കവുമില്ല. പക്ഷേ അവിടെ മറുപക്ഷത്ത് നിൽക്കുന്നത് ഏതെങ്കിലും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയല്ല. നമ്മൾ പാലക്കാട് കണ്ടതുപോലെയോ തൃക്കാക്കര കണ്ടതുപോലെയോ അല്ലെങ്കിൽ വേറെ എവിടെയും കണ്ടതുപോലെയോ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയല്ല. മറുപക്ഷത്ത് നിൽക്കുന്നത് CPMന്റെ ഒരു സെക്രട്ടേറിയറ്റ് അംഗമാണ്. CPMന് നിലമ്പൂരിലെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. CPMന് അവിടെ വെക്കാൻ കഴിയുന്ന ദ ബെസ്റ്റ് ബെറ്റാണ്. അതിലൊക്കെ ഉപരി മതേതര നിലപാടുകളിൽ തരിമ്പിന് വെള്ളം ചേർക്കാത്ത, ഇന്നും പറയുന്നത് കേട്ടു, തല പോയാലും ഈ പറയുന്ന പലസ്തീൻ ഹമാസ് നിലപാടിൽ മാറ്റമില്ലെന്ന് പറയുന്നത് കേട്ടു. അങ്ങനെ നിലപാടിൽ തരിമ്പ് പോലും വെള്ളം ചേർക്കാത്ത, ഏതെങ്കിലും തരത്തിൽ ഭാവിയിൽ ദോഷമുണ്ടായേക്കാം, ഭാവിയിൽ 10 വോട്ട് പോയേക്കാം എന്ന് കരുതി നയം മാറ്റാത്ത നേതാവാണ്. ആ നിലപാട് അവിടുത്തെ ജനങ്ങൾ കാണാതിരിക്കുമോ സന്ദീപ്? എൻ്റെ ഹാഷ്മി, കേരളത്തിലെ എത്രയോ പോളിറ്റ് ബ്യൂറോ മെമ്പർമാർ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPMന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ വിജയരാഘവൻ പാലക്കാട് പരാജയപ്പെട്ടില്ലേ? അതല്ലെങ്കിൽ MA ബേബി നേരത്തെ പരാജയപ്പെട്ടിട്ടില്ലേ? ഇവിടെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടില്ലേ? കൊല്ലത്ത് പരാജയപ്പെട്ടില്ല. അപ്പം ഈ തെരഞ്ഞെടുപ്പിൽ CPMന്റെ ഏത് പാർട്ടി ഘടകത്തിലെ വലിപ്പം അനുസരിച്ച് ജനങ്ങൾ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യും. അങ്ങനെയുണ്ടെങ്കിൽ പോളിറ്റ് ബ്യൂറോ മെമ്പർമാർ ജയിക്കണ്ടേ? അപ്പോൾ CPMന്റെ പാർട്ടി ഘടകത്തിൽ ഏതൊരാൾ ഏത് പദവിയിലിരിക്കുന്നു എന്നുള്ളത് ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഒരു സവിശേഷതയല്ല. അപ്പോൾ ആ പാർട്ടിയുടെ വലിപ്പം എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് നിലമ്പൂർ പോലൊരു മണ്ഡലത്തിൽ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ വളരെ ദീർഘകാലമായിട്ട് ഒരാൾക്കും ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും ആര്യടൻ ഷൗക്കത്തിനെ UDF സ്ഥാനാർത്ഥിയായിട്ട് മുന്നിൽ വെക്കുന്ന സമയത്ത് ഞങ്ങളാരും അവിടെ CPM പ്രവർത്തിക്കില്ലെന്നോ, CPM ഒരു എതിർ സ്ഥാനാർത്ഥിയെ നിർത്തില്ലെന്നോ, CPM അവർക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ കൊണ്ടുവരില്ല എന്നോ ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. തീർച്ചയായിട്ടും സംസ്ഥാനം ഭരിക്കുന്ന ഒരു പാർട്ടി മുഖം രക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ അവർക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയെ അവർ കൊണ്ടുവന്ന് ഞങ്ങൾക്കെതിരായ പോരാട്ടത്തിൽ മുന്നിൽ നിർത്തും എന്ന് തന്നെ കരുതിയിട്ടാണ് ഞങ്ങളും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുള്ളത്. അത് ജനാധിപത്യത്തിൻ്റെ സ്പിരിറ്റാണ്. അതിലപ്പുറം CPMന്റെ പാർട്ടി ഘടകത്തിൽ ഏത് പാർട്ടി ഘടകത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് നോക്കിയിട്ട് ജനങ്ങൾ വോട്ട് ചെയ്യോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ വിജയരാഘവനും ബേബിയും ഒക്കെ ലോക്സഭയിലേക്ക് പോകണ്ടേ? ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ അതൊന്നുമല്ല തെരഞ്ഞെടുപ്പിലെ അടിസ്ഥാനം എന്ന് പറയുന്നത് ജനങ്ങൾക്കിടയിലുള്ള പ്രവർത്തന മികവ് തന്നെയാണ്. ആ ജനങ്ങൾക്കിടയിലുള്ള പ്രവർത്തന മികവിൽ ആര്യടൻ ഷൗക്കത്തിന്റെ സ്ഥാനം ഒട്ടേറെ മുകളിലാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. നിലമ്പൂരിലെ ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന, നിലമ്പൂരിലെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന നേതാവാണ് അദ്ദേഹം ഗസ്റ്റ് ലെക്ചറർ അല്ല. അദ്ദേഹം അവിടെ സ്ഥിര അധ്യാപകനാണ്. മനസ്സിലായല്ലോ? അദ്ദേഹം ഗസ്റ്റ് ആയിട്ട് വരുന്നയാളല്ല. മാത്രമല്ല സ്വരാജ് തന്നെ പരാജയപ്പെട്ടയാളാണ്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയില്ലതാണ്. അസോസിയേറ്റ് പ്രൊഫസർ ഒരു വാക്കിലെന്ന് പറയുന്നത് അൻവറിനെ. ഹലോ, അൻവറിനെ അസോസിയേറ്റ് എന്താണ് സ്വരാജ് അല്ല ഷൗക്കത്ത് ഗസ്റ്റ് ലെക്ചർ അല്ല പ്രൊഫസറാണെന്ന് പറഞ്ഞാൽ അസോസിയേറ്റ് പ്രൊഫസർ പോലും വാക്കില്ലെന്നാണ് പറയുന്നത് അൻവറിനെ. അൻവർ അവിടെ ഇടഞ്ഞു നിൽക്കുക സന്ദീപ്.
അതെ, ഞാൻ നോക്കൂ, അവിടെ ഒരു തെരഞ്ഞെടുപ്പാവുന്ന സമയത്ത് വിവിധ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ പല വിധത്തിലുള്ള ക്ലെയിമുകളും പല വിധത്തിലുള്ള നിലപാടുകളും ഒക്കെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ അന്തരീക്ഷത്തെ മുഖരിതമാക്കും, പ്രത്യേകിച്ച് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ. അത് നമ്മൾ പാലക്കാടും മറ്റെല്ലാ ഉപതെരഞ്ഞെടുപ്പ് വേളകളിലും ഒക്കെ കണ്ടിട്ടുണ്ട്. അടുത്തൊരു 10-20 ദിവസക്കാലം കേരളത്തിലെ മാധ്യമങ്ങൾ രാഷ്ട്രീയ നേതാക്കൾ ശ്വാസം വിടുന്നത് പോലും വാർത്തയാക്കും. അതൊരു സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഓരോ സ്റ്റേറ്റ്മെന്റുകളും എടുത്തുകൊണ്ട് നമുക്ക് ആ നേതാവ് അങ്ങനെ പറഞ്ഞു, ഈ നേതാവ് ഇങ്ങനെ പറഞ്ഞു, ഇതൊക്കെ നിങ്ങൾക്ക് ചർച്ച ചെയ്യാനുള്ള അവസരമാണ്. ഞാൻ ആ കാര്യം സമ്മതിക്കുന്നു. നമുക്ക് ആഴത്തിൽ പരിശോധിക്കാം.